ആദ്യം നമുക്ക് കറികളൊക്കെ റെഡിയാക്കാം, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കറികളൊക്കെയാണെന്നുള്ളത് പ്ലേറ്റിലേക്ക് എടുക്കാം. പിന്നെ നമ്മൾ സൺഡേ വാങ്ങിച്ച കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആദ്യം അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ചീരയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ രാവിലത്തെ ഉപ്പുമാവിന് നമ്മൾ എടുത്തിട്ട് ബാക്കി കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ അത് ഫ്രിഡ്ജിലിരുന്ന് അങ്ങിരുന്ന് പോകും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുത്തിപ്പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ചീര നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേ ആ പാത്രം നന്നായിട്ട് നിറഞ്ഞിരിക്കും. പിന്നെ കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് ആവി അടിക്കുമ്പോൾ തന്നെ അതൊന്നങ്ങ് ഒതുങ്ങി വന്നോളും. പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പൊന്നും അരച്ച് ചേർക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ ആ കറക്റ്റ് ചീരയുടെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങ തിരുമ്മി നോർമലി അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചീരയ്ക്ക് വറ താളിച്ച ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ ഒരു പൊടിയേറ്റവും ചേർത്തിട്ടില്ല. നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ചീരത്തോരൻ റെഡി. ഈ ചീരത്തോരൻ റെഡിയാക്കുന്ന ടൈമിൽ ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ തൊലി കളഞ്ഞെടുത്ത ആ ഉരുളക്കിഴങ്ങ് മുഴുവനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വലുതായിട്ട് തോന്നുന്നെങ്കിലും അത്ര വലിപ്പമില്ല കേട്ടോ, ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിപ്പം തോന്നുന്നത്. ചെറിയ ഉരുളക്കിഴങ്ങാണേ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പം ഈ ചെറിയ ഉരുളക്കിഴങ്ങുള്ളപ്പം ഞാൻ മിക്കവാറും അതിങ്ങനെ മെഴുക്ക് പുരട്ടി നമ്മൾ അരിഞ്ഞുണ്ടാക്കത്തില്ല, ഇതുപോലെ മുഴുവനെ അങ്ങനെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇപ്പം നന്നായിട്ട് കണ്ടോ അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചെറിയ ഫോർക്കൊക്കെ വെച്ചിട്ട് ചെറിയ 1-2 ഇങ്ങനെ പൊട്ടിപ്പോകാതെ ഹോള് ഇട്ട് കൊടുക്കാമെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താണ് നമ്മൾ കുക്ക് ചെയ്തത്, എന്നാലും അതിൻ്റെ പുറത്ത് ആ മസാലയ്ക്കൊക്കെ വേണ്ടേ. ഇനി നമുക്ക് കോരി മാറ്റാം. ഈ ചട്ടിയിൽ തന്നെ നമുക്കിനി മീനും കൂടെ വറുത്തെടുക്കാവേ. കാരണം ഓൾറെഡി ഞാനിപ്പോൾ മീനൊക്കെ വറുക്കാൻ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ മസാലയെല്ലാം പുരട്ടി വെക്കും. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്ത് വെക്കും. ഇതെല്ലാം പുരട്ടി വെക്കും. പെട്ടെന്ന് നമ്മൾ മസാല പുരട്ടി വറുക്കുന്ന മീനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നമ്മൾ തലേദിവസം വൈകുന്നേരം തന്നെ മീൻ ഇരിപ്പുണ്ടെങ്കിൽ വറുക്കാനാണെങ്കിൽ ഇങ്ങനെ മസാല പുരട്ടി വെക്കുവേ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ആ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങ് കഴിയുകയും ചെയ്യും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കറികളൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പം നമ്മൾ റെഡിയാക്കിയ കറികളുണ്ട്, അത് കൂടാതെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയും കുറച്ച് അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ വായോ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ചോറെടുക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് നമുക്ക് വേണ്ടത്രയും ചോറെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആദ്യം തന്നെ റെഡിയാക്കിയ ചീരത്തോരനാണ്. കണ്ട ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല, നല്ല ഓരോന്നായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ ചീരത്തോരൻ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതായത് ഉരുളക്കിഴങ്ങ് നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ 2 കണ്ടോ, ഇപ്പം കണ്ടോ ആ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം ചെറിയതാണ്, നമുക്ക് അടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് അത്രയും വലുതായിട്ട്. അപ്പോൾ അതിൽ നിന്ന് 2 വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാർ നമുക്കിവിടെ എപ്പോഴും കാണുമല്ലോ, അപ്പോൾ ഒരു കഷ്ണം നെല്ലിക്ക അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഞാൻ ലഞ്ച് കഴിക്കട്ടെ.